ശബരിമല കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആദ്യം മുതലെടുത്ത നിലപാട് എല്ലാവർക്കും വ്യക്തത ഉള്ളതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് അയ്യപ്പൻ്റെ സ്വർണം കടത്തിയവരാരാണെങ്കിലും അവരുടെ പേരിൽ നിയമപരമായ നടപടി ഉണ്ടാകണം. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. ആരും നിയമത്തിന് അതീതരല്ല. അപ്പോൾ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ നമ്മുടെ കയ്യിൽ ലഭ്യമല്ല. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ പ്രതികരിക്കാൻ നിവർത്തിയില്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇനിയും ഇതിനേക്കാൾ വലിയ വമ്പൻ സ്രാവുകൾ പിടിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അവരൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കവർന്നവരാരാണെങ്കിലും അവരെല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതൊന്നും എനിക്കറിയില്ല. അതൊന്നും എനിക്കറിയാൻ വയ്യാത്ത കാര്യം ഞാനെങ്ങനെ പറയുന്നത്. എല്ലാവർക്കും നിയമം ഒരുപോലെയാണ്. ആരും നിയമത്തിന് അതീതരല്ല. ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. സർക്കാരിന്റെ കൈകൾ ശുദ്ധമാണെന്ന് സർക്കാർ പറയുന്നു. ടി.പി. രാമകൃഷ്ണൻ വാദം ഉയർത്തുന്നുണ്ട്. ഗവൺമെന്റ് പോലീസും സർക്കാരിന്റെ കൈകൾ ശുദ്ധമായതുകൊണ്ടാണല്ലോ 3 CPM നേതാക്കന്മാർ ഇപ്പോൾ ജയിലിൽ കിടന്ന് ഉണ്ട തിന്നുന്നത്. 3 CPMന്റെ ഉന്നത നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണല്ലോ. എത്ര തവണ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തു? ജാമ്യം കൊടുത്തോ? എത്ര തവണ പരാമർശങ്ങൾ നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി വരെ പോയി? സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ഇവർക്ക് ജാമ്യം അനുവദിക്കുകയോ ഇവരുടെ പേരുള്ള പരാമർശങ്ങൾ നീക്കുകയോ ചെയ്തോ? ടി.പി. രാമകൃഷ്ണൻ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? 3 പാർട്ടി നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ് ശബരിമല സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ടത്. അവിടെ അപ്പോഴാണ് കൈകൾ ശുദ്ധമാണെന്ന്. എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? അല്ല, ഞാൻ അതുകൊണ്ടാണ് നിയമത്തിൻ്റെതായ രീതിയിൽ പോകട്ടെ. ഞങ്ങളിത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അയ്യപ്പനോട് കളിച്ചിട്ട് ആരും രക്ഷപ്പെടില്ലെന്നാണ് എനിക്ക് പറയാം. വരട്ടെ, അത്തരം കാര്യങ്ങളൊക്കെ വരട്ടെ. ഇനിയുള്ള ദിവസങ്ങളിൽ അതും വരും. മന്ത്രിയുടെ ഉത്തരവാദിത്വം എത്രമാത്രമുണ്ട് എന്നുള്ളതൊക്കെ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. അതെല്ലാം പുറത്തു വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാത്തത് കൊണ്ട് അതിനെ സംബന്ധിച്ച് എനിക്ക് കൂടുതൽ പറയാൻ കഴിയില്ല. ഒരു മുൻ ദേവസ്വം മന്ത്രി ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കേസിൽ. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ കൂടി ഇനി മുന്നോട്ട് പോകേണ്ടതല്ലേ? അല്ല, ഇതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കുറ്റം ചെയ്തവരാരും രക്ഷപ്പെടാൻ പാടില്ല. ഈ കുറ്റം ചെയ്ത ആളുകൾ ഇപ്പോൾ 3 പേര് ജയിലിലാണ്. ആരാണിവർ? കൈകൾ ശുദ്ധമാണെന്ന് പറയുന്ന ആളുകൾ ഇവരെ പറ്റി എന്താ ഒന്നും മിണ്ടാത്ത നടപടിയെടുക്കാത്ത എന്തുകൊണ്ടാണ്? 3 CPM നേതാക്കന്മാർ ജയിലിൽ കിടന്നിട്ട് ഒരക്ഷരം പോലും അവരാരും മിണ്ടുന്നില്ലല്ലോ. അപ്പോൾ വസ്തുതകൾ ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ വ്യക്തമായി വരികയാണ്.